ഹായ് ഹലോ ഇന്നൊരു കുഞ്ഞൊരു വാട്ടയേറ്റിൻ്റെ പിന്നെ എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും ഒക്കെ ആയിട്ടുള്ളൊരു വ്ളോഗാണ്. ഇതിനകത്ത് അന്നേരം നമുക്കിനി എന്താ കഴിച്ചതെന്നും കുടിച്ചതെന്നും പിന്നെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഫുഡ് കഴിച്ചിട്ടൊക്കെ കിടക്കുകയാണ്. ഇങ്ങനെ കിടന്നപ്പോഴത്തേക്ക് ചിറ്റ വിളിച്ചു. അങ്ങനെ ചിറ്റയടുത്ത് കുറച്ച് നേരം കത്തി വെച്ച് കിടക്കുകയാണ്. ഭയങ്കര ബോറടി ആട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കിടന്ന് മടുത്തു. പിന്നെ രാവിലെ കഴിക്കാൻ നമുക്കിന്ന് ചോളമായിരുന്നു. ചോളം പുഴുങ്ങിയതും മുട്ട പുഴുങ്ങിയതും പിന്നെ പാലുമായിരുന്നു. ഇന്നലെ കുഞ്ഞം സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് വന്നപ്പോൾ വാങ്ങിച്ചിട്ട് വന്നതാണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ ഇന്ന് രാവിലെ ചോളം ആക്കാമെന്ന് വിചാരിച്ചു. അമ്മ ഇപ്പോഴാട്ടോ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മ ചോളം ഇങ്ങനെ കട്ട് ചെയ്തിട്ടിട്ടാണ് കോരി കഴിക്കുകയാണ്. ഞാൻ കടിച്ച് കഴിക്കാറാണ് കേട്ടോ പതിവ്. അങ്ങനെ അതൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയടുത്ത് പറഞ്ഞു, എനിക്ക് എരിവുള്ള എന്തെങ്കിലും തരാമോ എന്നിങ്ങനെ ചോദിച്ചു. ഇവിടെ കുഞ്ഞനാണെങ്കിൽ എരിവ് അധികം പറ്റാത്തതുകൊണ്ട് ഇപ്പം കറി വെക്കുന്ന എല്ലാ എരിവ് കുറച്ചിട്ടാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ചില സമയത്ത് പറ്റത്തില്ല, എന്തെങ്കിലും എരിവുള്ളത് കഴിക്കാൻ തോന്നും. അന്നേരം അമ്മ പറഞ്ഞു ഇവിടെ ഒന്നും ഇരിപ്പില്ല, പിന്നെ ആകെപ്പാടെ മാങ്ങ ഇരിപ്പുണ്ട്, വേണമെങ്കിൽ നിനക്ക് ഞാൻ മുളക് പൊടി ഉപ്പൊക്കെ ഇട്ട് കൊണ്ട് തരാമെന്ന്. അന്നേരം ഞാൻ പറഞ്ഞു കുറച്ച് പഞ്ചസാരയും കൂടെ അതിനകത്ത് ഇട്ടേരെ, നല്ല ടേസ്റ്റാണ് കേട്ടോ പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് കഴിക്കാൻ. മുളക് പൊടി ഉപ്പും കുറച്ച് പഞ്ചസാരയും കൂടെ അതിനകത്ത് തൂകിയിട്ട് നല്ല രീതിയിൽ ഞെരടിയിട്ട് കഴിക്കണം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാറുള്ളതാണ്. അങ്ങനെ അതൊക്കെ കഴിച്ച് ഒരു 3-4 പീസ് കഴിച്ചതിന് ശേഷം ഭയങ്കര പുളിയാണ് കേട്ടോ മാങ്ങയ്ക്ക്. അതുകൊണ്ട് ഞാൻ എല്ലാം ഒന്നും കഴിച്ചില്ല, കുറച്ച് കഴിച്ചുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇതാ കടല കൊണ്ട് തന്നു. അങ്ങനെ പിന്നെ ഇതാ അത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് ഇന്ന് നേരത്തെ ഫുഡ് കഴിച്ചു. ഇന്ന് എൻ്റെ ഫേവറേറ്റ് ഒരു ഐറ്റം ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇന്ന് നേരത്തെ 1 മണിയൊക്കെ ആയപ്പോഴേ ഫുഡ് കഴിച്ചു. അപ്പോൾ ചോറിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കറിയായ മീൻ തോരനും പിന്നെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയും സാമ്പാറായിരുന്നു. അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ ഇത്. സൂപ്പറാണ്. മീൻതോരൻ കഴിച്ചിട്ട് കുറേ നാളായി. ഞാൻ അമ്മയടുത്ത് പറഞ്ഞ് വെപ്പിച്ചാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻതോരൻ. ഇപ്പം നെത്തോലി കിട്ടിയാലും ചാള മത്തി ഇതൊക്കെ കിട്ടിയാലും തോരൻ വെക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ അതും കൂട്ടി ഒരു പിടി പിടിച്ചു. എൻ്റെ സാറേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും അമ്മയും കുറച്ച് നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അമ്മ പിന്നെ കുറേ ജോലികളൊക്കെ ഒതുക്കാനുള്ളതൊക്കെ ഒതുക്കിയിട്ട് അമ്മ പോകാൻ ഇറങ്ങി. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അമ്മ ഒരുങ്ങി നിൽക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. ഇവിടെ ഒരാളെ കാത്ത് നിൽക്കുകയാണ്. ആരാണെന്ന് ഞാൻ പറയാം കേട്ടോ വഴിയെ. അങ്ങനെ അമ്മ പോകുന്നതിന് മുന്നേ എനിക്ക് എന്തെങ്കിലും വേണോ കഴിക്കാൻ, എന്തെങ്കിലും വെള്ളമൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ട് പോകാൻ, നീ എഴുന്നേറ്റ് പോകരുതെന്നൊക്കെ പറഞ്ഞ് ഉപദേശമായിരുന്നു കേട്ടോ എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ പോയി അതിന് മുന്നേ കുളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അമ്മ പോകുന്നതിന് മുന്നേ കുളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ നേരത്തെ പോയി കുളിച്ചിട്ടൊക്കെ ഇങ്ങനെ വന്ന് ഇങ്ങനെ കിടക്കുമായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് അമ്മ നമുക്ക് അമ്പലത്തിൽ നിന്ന് അവിടുന്ന് വന്നപ്പോൾ എനിക്ക് പ്രസാദമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അർച്ചന നടത്തിയതും പിന്നെ അവിടുത്തെ കാവിയിൽ നിന്ന് കുറച്ച് ഭസ്മം വാങ്ങിച്ചിട്ട് വരും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അമ്മയടുത്ത് പറഞ്ഞ് മേടിപ്പിക്കുന്നൊരു സാധനം കേട്ടോ അവിടുത്തെ കാവിലെ ഭസ്മം. നമ്മുടെ അറയ്ക്കൽ അമ്പലത്തിലെയാണ്. അപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതിന് മുന്നേ വരുമ്പോൾ ഞാൻ അമ്മയടുത്ത് പറഞ്ഞ് മേടിച്ചിട്ട് വരുമായിരുന്നു. പക്ഷേ എൻ്റെ ഇരുന്നത് തീർന്നു. അതുകൊണ്ട് പിന്നെ ഇപ്പം അമ്മ പറയാതെ തന്നെ എന്തായാലും വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കുറിയൊക്കെ തൊട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു ഐശ്വര്യമായിട്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ ഒരു ആപ്പിൾ കട്ട് ചെയ്ത് തന്നു. അങ്ങനെ പിന്നെ അത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നീട് അമ്മ പോവാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം തന്നെ ഒരു 4:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആരെയാന്ന് വെച്ചാൽ മമ്മിയെ നോക്കി നിൽക്കുകയാണ്. മമ്മിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആണ്. മമ്മിയുടെ ഫോൺ കംപ്ലൈൻ്റ് ആട്ടോ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് സ്വിച്ച് ഓഫ് ആയി പോവും. അന്നേരം വരുന്ന വഴിക്ക് എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടങ്ങ് പോകാമെന്നും പറഞ്ഞിട്ടായിരുന്നു. അങ്ങനെ അമ്മ പോകാൻ ഇറങ്ങി. ഞാൻ പിന്നെ എഴുന്നേറ്റ് വന്നു. ഡോറ് ലോക്ക് ചെയ്യണമല്ലോ. അതിൻ്റെ തൊട്ട് പിറകെ മമ്മിയും കയറി വന്നു കേട്ടോ. രണ്ടുപേരും വഴിയിൽ വെച്ച് കണ്ടുമുട്ടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത് കേട്ടോ. മമ്മിയെ കണ്ടപ്പോഴേ അമ്മ എന്നെ വിളിച്ചു, ഇതാ മമ്മി ഇങ്ങനെ എത്തിയിട്ടുണ്ട്, പിന്നെ നീ കതവ് തുറന്നോ എന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ വന്ന് വീണ്ടും കതവ് തുറന്നു. ഞാൻ ലോക്ക് ചെയ്യത്തിലായിരുന്നു മമ്മി ഇങ്ങനെ എത്തിയെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. പക്ഷേ മമ്മിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നല്ലോ. പിന്നെ മമ്മി വന്നിട്ട് കുറേ നേരം നിങ്ങളുടെയൊക്കെ കാര്യങ്ങൾ പറയുകയാണ്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ 2 പേരെ ബസ്സിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ കേട്ടോ. പിന്നെ വിശേഷങ്ങൾ ചോദിച്ചതും ഒക്കെ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം. നിങ്ങളൊക്കെ തിരക്കുമ്പോൾ അതെല്ലാം വന്ന് എന്നോട് ഇപ്പം ആരായാലും പറയട്ടോ, അമ്മയായാലും മമ്മിയായാലും ശാലുവായാലും ആരായാലും വന്ന് പറയാറുണ്ട്. നിങ്ങളൊക്കെ തിരക്കുന്നെന്നറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ നമ്മളെ ഓർക്കുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ അങ്ങനെ പിന്നെ ഓരോരുത്തരെയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നീട് അമ്മ വിളിച്ചപ്പോഴും എന്നോട് പറഞ്ഞു 2 പേരെ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന്.
ബസ്സിൽ വെച്ചിട്ട്. അപ്പോൾ അതും എന്നോട് വിളിച്ചിട്ട് അമ്മ ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഞാനിവിടെ ബസ്സിൽ കയറിയപ്പോഴത്തേക്ക് ഇങ്ങനെ കണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ ഒരാളെ എനിക്ക് അറിയാവുന്നതാണ്, എനിക്ക് മെസ്സേജും അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇതാ കുറച്ച് നേരും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇരുന്നിട്ട് പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ എനിക്കൊരു പഴം എടുത്തുകൊണ്ട് തന്നു. ഇത് ഇവിടെ ഇരുന്ന് ചീത്തയായി പോവാ, നീ ഇത് തിന്നുമെന്നും പറഞ്ഞിട്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു പഴം എനിക്ക് അത്ര അങ്ങ് ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ ഞാൻ കഴിക്കും. പണ്ട് ഞാൻ ഒട്ടും കഴിക്കത്തില്ലായിരുന്നു, പക്ഷേ ഇപ്പം ഞാൻ കഴിക്കും. പക്ഷേ എനിക്കിതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് അത്ര ഇഷ്ടമല്ല. എനിക്ക് ഞാലിപ്പൂവൻ പഴമോ കദളിപ്പഴം അങ്ങനെയൊക്കെ പൂവമ്പഴം ഒക്കെ ഇല്ലേ, അതാണ് എനിക്ക് ഫേവറേറ്റ് ഐറ്റമാണ് കേട്ടോ. അത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇത് ഞാൻ പിന്നെ കഴിക്കും. ഇത് കഴിച്ചില്ലെങ്കിൽ എനിക്ക് നല്ല കുത്ത് കിട്ടും കേട്ടോ. അമ്മയായാലും മമ്മിയായാലേ ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഭയങ്കര ദേഷ്യമാണ് അവർക്ക്. അതുകൊണ്ട് ഞാൻ പിന്നെ കഴിക്കും. എന്തിനാ വെറുതെ വായിരിക്കുന്ന കേൾക്കുന്നതെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ അതൊക്കെ കഴിച്ചിരുന്നപ്പോഴത്തേക്ക് ഇതാ കുഞ്ഞൻ വന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞൻ വന്നിട്ട് പിന്നെ എനിക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുകയാണ്. നീ ഇന്ന് ഇറങ്ങി നടന്നോ, വെറുതെ വീണ്ടും വേദനയാക്കി വെക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇന്നലെ നല്ല നടുവേദന ഉണ്ടായിരുന്നു. ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ അന്നല്ല കേട്ടോ, ഈ വീഡിയോ എടുത്തിട്ട് 2-3 ദിവസമായി. എനിക്ക് കുറച്ച് ബാക്ക് പെയിൻ പിന്നെ ആയിട്ടുണ്ട്. കുഴപ്പമൊന്നും ഇല്ലാതിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് എനിക്ക് വന്നു. എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. അങ്ങനെ പിന്നെ ഇതാ ഫുഡ്, രാത്രിയിലെ ഫുഡ് നമുക്കിന്ന് പൊറോട്ടയും ചിക്കൻ കറിയും മമ്മി വന്നപ്പോൾ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ദോശ മതിയെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ദോശയും ചിക്കൻ കറിയും സാമ്പാറും കൂട്ടി ഒരു പിടി പിടിച്ചു. പിന്നെ 2-3 ഉരുള കുഞ്ഞൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് കഴിച്ചു. കുഞ്ഞൻ തന്നു, അപ്പം ഞാനങ്ങ് കഴിച്ചു. പൊറോട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാനിപ്പം കുറച്ച് നാളത്തേക്ക് പൊറോട്ട അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഞാൻ ഒഴിവാക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ എന്താ ഞങ്ങൾ 3 പേരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അവർ 2 പൊറോട്ട കഴിച്ചു, ഞാൻ ദോശ കഴിച്ചു കേട്ടോ. എനിക്ക് മാത്രമേ ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറേ പേരുടെ കമൻറ്റ്സ് ഞാൻ കാണുന്നുണ്ട്. എനിക്ക് കിടന്നുകൊണ്ട് റിപ്ലൈ തരാൻ പറ്റത്തില്ല. മെയിനായിട്ട് നല്ല തോളത്ത് വേദനയായിട്ട് ഫോണിങ്ങനെ ഉയർത്തി പിടിച്ചിട്ട് വേണമല്ലോ നമ്മൾ റിപ്ലൈ കൊടുക്കാൻ. ഈ വോയിസ് ഓവർ കൊടുക്കുന്നതിന് എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. കാരണം കിടന്നുകൊണ്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തൊണ്ടയ്ക്ക് നല്ലൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ നിങ്ങളുടെ കമൻറ്റ്സിന് റിപ്ലൈ തരാത്തത് ഞാൻ എല്ലാത്തിനും കൂടെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. പലരും ഓരോ വിശേഷമുണ്ടോ, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്ത് വിശേഷം ഉണ്ടായാലും ഇല്ലേലും നിങ്ങളെ ഞാൻ അത് അറിയിക്കുന്നതാണ്. എന്തുണ്ടായാലും തന്നെ. ഇപ്പം ഞാനൊരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് പോകുന്നത്. എനിക്കത് എങ്ങനെയാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞറിയിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും ഈ ഒരു കിടക്കുന്നതിൽ നിന്ന് എഴുന്നേക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് വിശദമായിട്ട് ഞാൻ കുത്തിരുന്ന് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറയുന്നതായിരിക്കട്ടെ. ഈ ഒരു ബെഡ് റെസ്റ്റ് മാറട്ടെ. ഇനി എത്ര ദിവസം കൂടെ ഉണ്ടാവും എന്നൊന്നും എനിക്കറിയില്ല. അതെന്തായാലും ഒന്ന് മാറിയിട്ട് നിങ്ങളുടെ അടുത്ത് വിശദമായിട്ട് എല്ലാം പറയാം. ഓരോരുത്തർ വന്നിട്ട് അതാണ് ഇതാണ് എന്നൊക്കെ ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു വീഡിയോയിലും പറയാത്ത കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്താ കാര്യമൊന്നും എനിക്കറിയില്ല. അവരോട് പേഴ്സണലായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ. അതൊന്നും ഇല്ലാതെ വന്നിട്ട് ഇങ്ങനെ ഊഹാഭോഗം വെച്ചിട്ടൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിനൊന്നും ഞാനൊന്നും പ്രത്യേകിച്ച് മറുപടി കൊടുക്കാനൊന്നും പോകുന്നില്ല. പിന്നെ എന്താ പറയുക, പിന്നീട് കുഞ്ഞൻ കപ്പലണ്ടി കൊണ്ടുവച്ച് കഴിച്ചു. ഞാൻ കഴിച്ചില്ല. എൻ്റെ മോൻ മൊത്തവും കുരുപ്പാണ് കേട്ടോ. കുരുക്കൾ കാരണം ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് ഒന്നും എനിക്കറിയത്തില്ല. ഇനി അത് നിൽക്കാനൊരു സ്ഥലമില്ല, അത്രയ്ക്ക് ഉണ്ട് കേട്ടോ. കുഞ്ഞിതായതുകൊണ്ടാണ് പുറത്തോട്ട് അങ്ങനെ അധികം കാണാത്തത്. വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ കപ്പലണ്ടി ഇപ്പം നിർത്തി വെച്ചേക്കാണ്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിന്നപ്പോഴത്തേക്ക് പിന്നെ മമ്മി വീണ്ടും പാല് കാച്ചിക്കൊണ്ട് തന്നു. ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് കുടിക്കാൻ തീരെ താല്പര്യമില്ലായിരുന്നു. കാരണം എനിക്ക് വയറ് നിറഞ്ഞ് നിൽക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ 1 കപ്പ് പാലുണ്ടായിരുന്നു, അതിൽ പകുതി കുടിച്ചിട്ട് ഞാൻ മമ്മിയുടെ കൊടുത്തു. ഇനി എനിക്ക് പറ്റത്തില്ല, എൻ്റെ വയറ് ഒട്ടിപ്പോകും എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊക്കെ കൊണ്ട് തരുമ്പം കുടിക്കാതിരിക്കാനും പറ്റത്തില്ല, അതാണ് അങ്ങ് കുടിക്കുന്നത് കേട്ടോ. പിന്നീടൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫാമിലി മെമ്പറായ ആമി ജുവേൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഫാമിലിയുടെയും വിശ്വസം അറിയിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ മോളെ. ഒരുപാട് നാളിങ്ങനെ സന്തോഷം സമാധാനമായിട്ട് ദീർഘായുസ് നൽകി മോളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ടാറ്റ, സീ യു.